100% മലയാളികളുടെ പോലെയും ഞാൻ താമരശ്ശേരി എന്ന് ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു സിനിമയിലാണ്. അത് ഏത് സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാം. താമരശ്ശേരി ചുരം എന്നാണ് ഞാൻ ഈ സ്ഥലത്തിനെ കുറിച്ച് ആദ്യമായിട്ട് കേട്ടിരിക്കുന്നത്. ഇവിടെ നേരിട്ട് ഈ വഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ വന്നിട്ട് ഈ വഴി പോയിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ കുറച്ച് സമയം ചെലവഴിക്കാൻ എനിക്ക് ഇപ്പോഴാണ് ഭാഗ്യം കിട്ടുന്നത്. അതിന് ഒരു കാരണമായത് മൈജിയും ഷാജിയും മൊത്തം മൈജി കുടുംബവുമാണ്. അതിലേറെ സന്തോഷം ശ്രീ ഷാജിയുടെ ജന്മദേശമാണ് താമരശ്ശേരി. അപ്പോൾ ഒരുപക്ഷെ മൈജി എന്ന ആശയം പിറവിയെടുത്തത് പോലും ഈ മണ്ണിലായിരിക്കും. അതിന്റെ ഐശ്വര്യം തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരിക്കാരോടൊരു പ്രത്യേക സ്നേഹം ഷാജിക്കുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഓഫറുകളും സമ്മാനങ്ങളും ഒക്കെ നിങ്ങൾക്കായി കാത്തു വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. എന്തായാലും ഓണക്കാലം കൂടെ വരികയാണ്. ഓണം എന്നുള്ളത് ഞാൻ അങ്ങനെ ഭയങ്കര ചിട്ടപ്രകാരം ആഘോഷിക്കുന്ന ആളൊന്നുമല്ല. എന്നാൽ ഓണം എന്ന് കേൾക്കുമ്പോൾ ഏതൊരു മലയാളിയുടെയും പോലെ ഒരു സന്തോഷവും പ്രതീക്ഷയും ഒക്കെ ഉണ്ട്. ഈ വർഷത്തെ ഓണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന് വളരെ അധികം ദൂരമല്ലാതെ തന്നെ ഈ അടുത്ത് വലിയൊരു പ്രകൃതി ദുരന്തവും നമ്മൾ ഒരുപാട് സഹോദരങ്ങളെ നഷ്ടപ്പെട്ട ഒരു മണ്ണും ഒക്കെ ഇതിന് വളരെ ദൂരെ അല്ലാതെ തന്നെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വിങ്ങലുള്ളിലുണ്ട്. അതേപോലെ തന്നെ എന്നെയും ഞാനും രോഗിയും ഒക്കെ ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ കാരണമായിരിക്കുന്നത് മലയാള സിനിമയാണ്. മലയാള സിനിമ ഇപ്പോൾ നിങ്ങളെല്ലാവരും വാർത്തകളിൽ കൂടിയൊക്കെ കാണുന്നുണ്ടാവും. ചെറിയൊരു സങ്കടമുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പക്ഷെ അതെല്ലാം കലങ്ങി തെളിയട്ടെ, വേഗം കാർമേഘങ്ങളൊക്കെ ഒഴിയട്ടെ. നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ ഉള്ളിടത്തോളം കാലം എനിക്കോ രോഗിക്കോ മലയാള സിനിമയ്ക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എല്ലാവർക്കും നന്മയും ആരോഗ്യവും മനസ്സമാധാനവും ഒക്കെയുള്ള ഓണവും പുതിയൊരു വർഷവും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രോത്സാഹനവും മൈജിക്കും ഇനി അങ്ങോട്ടും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.